ഇലക്ട്രൽ ബോണ്ട് ഇനത്തിൽ വിവിധ കമ്പനികൾ സമാഹരിച്ച 3811 കോടി രൂപയിൽ 3112 കോടി രൂപയും ലഭിച്ചിരിക്കുന്നത് ബി ജെ പിക്കാണ്. കോൺഗ്രസ്സിന് കിട്ടിയത് 299 കോടി. മറ്റെല്ലാ പാർട്ടികൾക്കും കൂടി കിട്ടിയതെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് 400 കോടിയാണ്. അപ്പോൾ എല്ലാ പാർട്ടികളും എന്നുള്ളതിൽ ഏതെങ്കിലും പാർട്ടി ഉൾപ്പെടാത്തതുണ്ടോ എന്നത് സംബന്ധിച്ച് ഓരോരു സൂചനയും നൽകുന്നില്ല. അങ്ങനെയുണ്ടല്ലോ, ഇടതുപക്ഷ കക്ഷികളിൽ ചിലത് ബോണ്ട് സ്വീകരിക്കുകയില്ല എന്നുള്ളവരുടെ തത്വാധിഷ്ഠിതമായ നിലപാടാണ്. എന്തുകൊണ്ടാണ് മാതൃഭൂമി അത് പറയാത്തത്? മനസ്സില്ലാത്തത് തന്നെ. അത് ഗോദി മീഡിയയല്ലേ. ആരെയാണ് സഹായിക്കേണ്ടത് ബി ജെ പിയാണ്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഇടതുപക്ഷത്തിൽ ചിലർ അത് വാങ്ങിയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അനുകൂലമായി വരികയല്ലേ. അതാണ് അങ്ങനെ ഒരു കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇനി ഈ പണം എങ്ങനെയാണ് ബി ജെ പി ചെലവഴിക്കുക എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? തിരഞ്ഞെടുപ്പിലാണത് കൂടുതലായിട്ട് നടത്തുന്നത്. ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ ഒരു വമ്പൻ പരീക്ഷണം ബി ജെ പി നടത്തുകയുണ്ടായി. എന്താണത്? നമ്മുടെ ജില്ലകളെ പകുതിയാക്കി എടുത്തിട്ട് 30 ജില്ലകളായിട്ട് അവർ വിഭജിച്ചു. 30 റവന്യൂ ജില്ലകളല്ല, 30 ബി ജെ പി ജില്ലകൾ. ആ ഒറ്റ പ്രവർത്തനത്തിലൂടെ 30 ജില്ലാ സെക്രട്ടറിമാരെയാണ് അവർക്ക് കിട്ടുന്നത്. യഥാർത്ഥത്തിൽ ജില്ലാ സെക്രട്ടറിമാരാണോ? അല്ല, അര ജില്ലയുടെ സെക്രട്ടറിയാണ്. അതുകൊണ്ട് അര ജില്ലാ സെക്രട്ടറി എന്ന് തന്നെയാണ് അവരെ പറയേണ്ടത്. അങ്ങനെ 30 അര ജില്ലാ സെക്രട്ടറിമാരെ എടുക്കുക, അവർക്ക് കൃത്യമായ ശമ്പളം കൊടുക്കുക, അവർക്കൊരു ഓഫീസ് കൊടുക്കുക, അവർക്ക് കൊട്ടാരം പോലുള്ളൊരു കാർ കൊടുക്കുക, പിന്നെയോ അവർക്ക് സ്റ്റാഫിനെ കൊടുക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് അവർ ആദ്യമായിട്ട് ഈ പണം ചെലവഴിച്ചത്. അപ്പോൾ ഒറ്റയടിക്ക് ഒരു ജില്ലയിൽ തന്നെ 2 അര ജില്ല ഉണ്ടാക്കിയിട്ട് അതിൽ 30-35 പ്രവർത്തകരെ ആർത്തിയുള്ള 30-35 പ്രവർത്തകരെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്ന പേരിൽ എഴുന്നള്ളിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവർ ബി ജെ പിക്കാരായിരിക്കണമെന്ന് തന്നെ നിർബന്ധമില്ല. എവിടെ നിന്നുമൊക്കെ പദവി മോഹിച്ചും പണം മോഹിച്ചും വരുന്നവരെ കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഇവരുടെ ജില്ലാ കമ്മിറ്റികളെ. എന്നിട്ടോ അടുത്ത ഈ പണം എങ്ങനെയാണ് ഇവർ ചെലവഴിക്കുന്നത്? എൻ്റെ വാർഡിൽ കഥ എനിക്കറിയാം. അതെങ്ങനെയാണ്? അവർക്ക് ഒരു സ്ഥാനാർത്ഥി വേണം. ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥി വേണം. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? സ്ഥാനാർത്ഥി അന്വേഷിക്കുന്നു, കിട്ടുന്നില്ല. അപ്പോൾ ഒരു സ്ഥാനാർത്ഥി അവർക്ക് കിട്ടുന്നു. സ്ഥാനാർത്ഥിയല്ല, സ്ഥാനം ആർത്തിയോട് ആഗ്രഹിക്കുന്ന ഒരു ആളിനെ കിട്ടുന്നു. ആ ആർത്തി അവരെങ്ങനെയാണ് പ്രകടിപ്പിച്ചത്? അവർ ആദ്യം കോൺഗ്രസിൻ്റെ അടുത്ത് ചെല്ലുന്നു. എനിക്കൊരു സീറ്റ് തരണം, ഞാൻ മത്സരിച്ചോളാം, നിങ്ങളൊരു പൈസയും മുടക്കണ്ട. അതായിരുന്നു സ്ഥാനാർത്ഥിയുടെ പറച്ചിൽ. അവർ പറഞ്ഞില്ല, ഞങ്ങൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരിയായി നിർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നിർത്താൻ പറ്റില്ല. ആ സ്ഥാനത്തോട് ആർത്തിയുള്ള അവർ നിന്നില്ല. അവരടുത്ത സ്ഥലത്തേക്ക് വച്ച് പിടിച്ചു. അവിടെ എവിടെയായിരിക്കും അത്? ഇടതുപക്ഷം. UDF കഴിഞ്ഞാൽ LDF ആണല്ലോ. LDF ഒരു ഘടകകക്ഷി. അവർക്ക് കിട്ടിയിരിക്കുന്ന സീറ്റ് തനിക്ക് തരണം എന്ന് അവർ പറയുന്നു. അവരും തഴഞ്ഞപ്പോൾ ഈ തക്കം നോക്കി ബി ജെ പിയുടെ ബുദ്ധി ഉണർന്നു. എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം തങ്ങളെ സഹായിച്ച കോൺഗ്രസ്സിനെ
ഈ പ്രാവശ്യം ബി ജെ പിക്ക് സഹായിക്കാം. എങ്ങനെയെന്നാൽ 2 സമുദായങ്ങളിലുള്ളവരാണ് ഇവിടെ നിന്ന് മത്സരിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ഒരു സമുദായത്തിൽ ഒരാളെ കൂടി കിട്ടിയാൽ അവർ തമ്മിൽ മത്സരം വരികയും അവരുദ്ദേശിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്യും. ആ രീതിയിലൊരു ഏർപ്പാട് അവർ ചെയ്തു കൊടുത്തു. ഈ സ്ഥാനാർത്ഥിയെ അവർ കയ്യിലെടുക്കുകയും അവരെക്കുറിച്ച് പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു. അവസാനം സംഭവിച്ചത് എന്താണെന്നറിയാമോ? സ്ഥാനാർത്ഥിയും തച്ചിനെടുത്ത 3 പേരും മാത്രമായി അവരുടെ പ്രവർത്തനത്തിന്, വേറെ ആരുമില്ല. എന്താ കാര്യം? ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ബി ജെ പി അവരുടെ സ്ഥാനാർത്ഥിയാണ് ഇത് എന്നുള്ള കാര്യം മറക്കുകയും അവരണികൾക്ക് കോൺഗ്രസ് വോട്ട് ചെയ്യണം എന്ന് ഒരു സന്ദേശം കൊടുക്കുകയും ചെയ്തു. പറഞ്ഞു വന്നത് നമ്മുടെ ബോണ്ട് പണത്തെക്കുറിച്ചാണ്. അപ്പോൾ ബോണ്ട് പണം പ്രവർത്തിച്ചത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അടുത്തത്, എത്ര ട്രസ്റ്റുകളാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചത്? 9 ട്രസ്റ്റുകളുണ്ടെന്നാണ് പറയുന്നത്. ആ 9 ട്രസ്റ്റുകളിൽ പ്രൂഡൻറ്റ് ഇലക്ടറൽ ട്രസ്റ്റ്, പ്രോഗ്രസീവ് ഇലക്ടറൽ ട്രസ്റ്റ്, ടാറ്റ പ്രൈവറ്റ് ലിമിറ്റഡ്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ടാറ്റ സ്റ്റീൽസ്, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ കമ്പനി, ഇങ്ങനെ കുറേ ട്രസ്റ്റുകളാണ് ഇലക്ട്രൽ ബോണ്ട് സമാഹരണം നടത്തിയത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവർ കുറേ പണം സമാഹരിച്ചിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് വെറുതെ കൊടുക്കുകയാണെന്ന്? തീർച്ചയായും നിങ്ങൾ വിചാരിക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ സഹായത്തിന് പിന്നിലൊരു ചരടുണ്ട്. അതെന്തായിരിക്കും? അവരുദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ ഇവരെ കൊണ്ട് നടത്തിക്കാം എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഇവരിങ്ങനെ ഇറങ്ങിത്തിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതുകൊണ്ടാണ് 2024-25 സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയത്. റദ്ദാക്കിയിട്ട് പിന്നെ ഇതെങ്ങനെ വന്നു? സുപ്രീം കോടതിയാണെങ്കിലും ബി ജെ പി ഭയക്കുന്നില്ല. ശബരിമല കാര്യത്തിൽ അങ്ങനെയല്ലേ? നമ്മുടെ ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ലേ? ഏത് വിധിയായാലെന്താ, അവരതിനെ മറികടക്കും. അങ്ങനെ 2024-25 സുപ്രീം കോടതി ഇലക്ടറൽ ബോണ്ട് റദ്ദ് ചെയ്തിട്ടും ആ പണം നേടിയെടുക്കാൻ ബി ജെ പി മത്സരിക്കുകയും ഇഷ്ടം പോലെ പണം ഉണ്ടാക്കുകയും ചെയ്തു. ആ പണമാണ് ഇങ്ങനെയൊക്കെ ചിലവഴിക്കുന്നത്. അടുത്തത്, ഇവർ 30 ജില്ലാ കമ്മിറ്റികൾ, ജില്ലാ കമ്മിറ്റികൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ. അതിന് ഓഫീസ് വേണ്ടേ? സ്റ്റാഫ് വേണ്ടേ? അതെല്ലാം ഉണ്ടാക്കുകയാണ്. ശമ്പളത്തിൽ ആളെ നിയമിക്കുകയാണ്. അവസാനം അവർ 30 വാഹനങ്ങളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ വാഹനം? ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കൊട്ടാരം പോലുള്ളൊരു വാഹനമാണ് വരുന്നത്. അതിലാണ് നമ്മുടെ ജില്ലാ സെക്രട്ടറി പാറിക്കളിക്കുന്ന ബി ജെ പി പതാക പറപ്പിച്ചുകൊണ്ട് ജില്ലയിലെവിടെയും സഞ്ചരിക്കുന്നത്. അങ്ങനെയാണ്. ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഇവർ പ്രവർത്തിക്കുന്നത്. ഒരു കാര്യം കൂടി എനിക്കറിയാൻ കേട്ടോ. എൻ്റെ തൊട്ട് പടിഞ്ഞാറേ വാർഡ് ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള വാർഡാണ്. ക്രിസ്ത്യൻ മെജോറിറ്റി എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലം. അവിടെ അവർക്കൊരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ വേണം. അതിനുവേണ്ടി ഒരു ശ്രമം നടത്തുന്ന ഓരോരുത്തരെയും അങ്ങ് സമീപിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്ര ലക്ഷം തരാം, നിൽക്കൂ എന്ന് പറയാൻ. അങ്ങനെ അവിടുന്ന് ആരെയും കിട്ടിയില്ല. ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് 3 ലക്ഷം രൂപ കൊടുക്കാമെന്നാണ് ബി ജെ പി ഓഫർ ചെയ്യുന്നത്. എന്ത് ചെയ്യാനും
സ്ഥാനാർത്ഥിയായി നിന്നു കൊടുത്താൽ മതി. ഇതുപോലുള്ള തിരുമാലിത്തരങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഈ ബോണ്ട് പണം ഉപയോഗിക്കുന്നത്. അവസാനമായ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അതായത് എൻ്റെ നാട്ടിലെ, എൻ്റെ വാർഡിലെ BJP സ്ഥാനാർത്ഥി അവസാന നിമിഷത്ത് ഒരു 4-5 ദിവസം അവർ പ്രവർത്തിച്ചത് എങ്ങനെയാണ്? ടച്ചിന് ആളെ എടുത്തിട്ടാണ്. അത് ഏത് പാർട്ടിയിലുള്ളവരാണെന്ന് തന്നെ അറിഞ്ഞുകൂടാ, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, പ്രധാന പ്രവർത്തകരല്ല. അവരിങ്ങനെ ടച്ചിനെടുത്ത് നടത്തുകയാണ്. വൈകുന്നേരം ആകുമ്പോൾ പൈസ കൊടുക്കും, കൊണ്ടുപോകാം. ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ബോണ്ട് പണം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. നന്ദി, നമസ്കാരം.